പള്ളിപ്പാട് നെടുന്തറ വളക്കട കാട്ടിൽപ്പറമ്പ് റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ഇരുചക്രവാഹനങ്ങളും സൈക്കിൾ യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കാൻ ഒരുങ്ങി നാട്ടുകാർ. ഈ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ രണ്ട് വെള്ളം അപ്പുറത്ത് ഇപ്പുറത്ത് കൊണ്ടുവെക്കും. ഒരു മനുഷ്യനോട് കേരളത്തിൽ വോട്ട് പിടിക്കാനുള്ള ആൾക്കാർക്ക് മലയാളത്തെ അവസ്ഥയാവും. ഇപ്പം ഞാനപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ഇത്ര ശോചനീയമായ റോഡ് നമ്മുടെ ഈ പ്രദേശത്ത് എങ്ങുമില്ല. വലിയ ടാർ ചെയ്തില്ലെങ്കിൽ ഇത് കുഴിയെങ്കിലും ഒന്ന് നികത്തി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പ്രാവശ്യത്തെ ഇലക്ഷന് ഈ വാർഡിൽ നിന്ന് ഒരു മനുഷ്യൻ പോയി വോട്ട് ചെയ്യുവോ? പള്ളിപ്പാട് നെടുന്തറ വളക്കട കാട്ടിൽപ്പറമ്പ് ജംഗ്ഷൻ റോഡ് തകർന്നു കിടന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. മഴ തുടരുന്നതോടെ റോഡ് മുഴുവൻ തകർന്ന് വെള്ളക്കെട്ടിലായിരിക്കുകയാണ്. വെള്ളം കെട്ടുനിന്ന് കുഴികൾ തിരിച്ചറിയാനാവാതെ ഇരുചക്രവാഹനങ്ങളും സൈക്കിൾ യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പൂർണ്ണമായി റോഡ് സംരക്ഷണത്തിനായി കഴിഞ്ഞ 20 വർഷമായി യാതൊരു പദ്ധതികളുമില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഹരിപ്പാട് പോകേണ്ട ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് കാട്ടിപ്പറമ്പ് ജംഗ്ഷൻ നെടുന്തറ റോഡ്. അത് കഴിഞ്ഞ 20 വർഷമായിട്ട് തകർന്നു കിടക്കുകയാണ്. നടുട്ട സ്കൂള്, ഗവൺമെൻറ് LP സ്കൂള്, ഹരിപ്പാട് സ്കൂളിലൊക്കെ പോകുന്ന പല വിദ്യാർത്ഥികൾ ഇതിലാണ് പോകുന്നത്. പല പ്രാവശ്യം അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ പക്ഷേ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഇതുവരെ ഇതിന് വേണ്ടി യാതൊരു നടപടികളും എടുത്തിട്ടില്ല. ഇപ്പം ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് പോകണമെങ്കിൽ പേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. തെറ്റം വെള്ളമുണ്ട് ആ ഭാഗത്ത്, ഉരുണ്ട് വീഴുമെന്നുള്ള പേടി കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ആ ഭാഗത്ത് ഞങ്ങൾ ഈ വാർദ്ധക്യക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 50 രൂപ കൊടുത്ത് ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇതുവഴി കറങ്ങിയാണ് പള്ളിയിൽ പോകുന്നത്. ഇതുവഴി പോകാൻ പറ്റത്തില്ല, ഓട്ടോക്കാരും വരുന്നില്ല, വിളിച്ചാലിങ്ങോട്ട്. ഹരിപ്പാട് നിന്നും പള്ളിപ്പാട് പോകുന്ന ഇലഞ്ഞിമേൽ റോഡിലെ നെടുന്തറ വളക്കട നിന്നും കാട്ടിൽപ്പറമ്പ് ജംഗ്ഷനിലെത്തുന്നതാണ് റോഡ്. റോഡിന്റെ ഒരു വശം പള്ളിപ്പാട് പഞ്ചായത്തും മറുഭാഗം ഹരിപ്പാട് നഗരസഭയിലുമായതിനാൽ അധികൃതരെ സമീപിച്ചാൽ പരസ്പരം പഴിചാരി ഒഴിഞ്ഞുമാറുന്ന സമീപനമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. അപ്പുറത്ത് പഞ്ചായത്ത്, ഇപ്പുറത്ത് മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കം കൊണ്ടായി 10-20 വർഷമായിട്ട് ഈ റോഡിങ്ങനെ നടക്കുന്നത്. ഞങ്ങൾ കാണേണ്ടവരെല്ലാം കണ്ടിട്ടുണ്ട്, പരാതി കൊടുക്കേണ്ടടുത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. 10-20 വർഷമായിട്ട് ഞങ്ങളുടെ ഈ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഈ വെള്ളത്തിൽ കൂടെ തന്നെയാണ്. ഞങ്ങൾ ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകാത്ത ഈ റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ കൊണ്ടാണ്. ഒരു മോചനം തന്നില്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഈ വാർഡിൽ നിന്ന് ഒരു മനുഷ്യൻ പോയി വോട്ട് ചെയ്യുവോ വിജയിപ്പിക്കുമോ എന്ന് ഒരു കാരണവശാലും ആരും ഒരു പാർട്ടിക്കാരും വിചാരിക്കേണ്ട. അത് ഞങ്ങളെല്ലാം തീർത്ത് വെച്ചിരിക്കുക. എനിക്കായി ഈ നാശമെല്ലാം വരുന്നു. ഈ വെള്ളം വന്നാൽ നമ്മുടെ വീട്ടിലോട്ടാണ് കയറുന്നത്. എന്തായാലും ഒരു വലിയ ഭയങ്കര അപാര ബുദ്ധിമുട്ട് പിടിച്ച് 4-5 വർഷങ്ങളായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ദിവസേന സഞ്ചരിക്കുന്ന റോഡിൽ സന്ധ്യ കഴിഞ്ഞാൽ യാത്ര ഏറെ അപകടകരമാണ്. കാൽനടക്കാർ റോഡിലൂടെ നടന്നുപോലും പോകാൻ കഴിയാത്ത അവസ്ഥ. ഞാനൊരു നാഷണൽ സേവിങ്സ് ഏജൻ്റാണ്. ഒരു 20 വർഷമായിട്ട് ഞാൻ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇറങ്ങിയ കാലം തൊട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്, ഈ കുഴിയായിട്ടാണ് കാണുന്നത്. വലിയ ടാർ ചെയ്തില്ലെങ്കിൽ ഇത് കുഴിയെങ്കിലും ഒന്ന് നികത്തി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വളരെ ദുർഘടമായിട്ടാണ് 2 വീലറൊക്കെ യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ 10-25 വർഷങ്ങൾ കൊണ്ട് ഈ റോഡ് ഇതേ നിലയാണ്. ഇന്ന് വരെ ഒറ്റ തവണയായിട്ട് ഈ റോഡ് നന്നാക്കിയിട്ടില്ല. അല്ല, 200 മീറ്റർ 300 മീറ്റർ വെച്ചാണ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ഈ റോഡ് പൂർണ്ണമായിട്ടും ചെയ്തതായിട്ട് ഒരു അറിവുമില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം MLA ഫണ്ടോ MP ഫണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ഉപയോഗിച്ച് ഈ റോഡ് നന്നാക്കാൻ വേണ്ട നടപടികൾ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ വെള്ളം കയറുന്നതാണ് മഴക്കാലങ്ങളിലല്ല. 18-ലെ വെള്ളപ്പൊക്കത്തിനും ഭയങ്കര വെള്ളം കയറിയായിരുന്നു വീട് മുറ്റത്ത്. പല വർഷം കൊണ്ട് ഇവിടെ ഈ കണ്ടീഷനിൽ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് റിപ്പയർ ചെയ്യുന്നുണ്ട്, എന്നാലും അത് ശരിയാകുന്നില്ല. തലപരിചയമില്ലാത്തവർ റോഡിലെ കുഴികളിൽ വീഴുന്നതും പതിവായിരിക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസിന് പോലും എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ റോഡിന് 2 ഭാഗത്തും താമസിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ കുട്ടികളുണ്ട്, അസുഖമുള്ളവരുണ്ട്, പ്രായമായവരുണ്ട്. ഒരു ആംബുലൻസ് വിളിച്ചാൽ അവർക്ക് പോലും എത്തിച്ചേരാൻ വയ്യാത്ത വളരെ മോശമായ അവസ്ഥയാണ്. ഇലക്ഷൻ വരുമ്പോൾ വോട്ട് പിടിക്കാൻ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ തർക്കമില്ലാതെ വീടുകളിൽ കയറി വരും. അവരെങ്ങനെയെങ്കിലും വരും. അവരെ എടുത്തുകൊണ്ട് വരാൻ ആളുണ്ട്. ഇവിടെ വയ്യാതെ കിടക്കുന്ന ആംബുലൻസ് വിളിച്ചാൽ വീട്ടിൽ വരത്തില്ല. ആരെങ്കിലും മരിക്കാൻ കിടന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുട്ടികളെ സ്കൂളിൽ വേണമെങ്കിൽ വല്ലവരുടെയും വീട്ടിൽ കൂടി 2 കിലോമീറ്റർ നടന്ന് അപ്പുറത്തെ റോഡിൽ എത്തിച്ച് വേണം അവരെ ബസ്സൊക്കെ കയറ്റാൻ. ഇങ്ങനെയുള്ള വളരെ മോശമായ ഒരവസ്ഥയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഈ റോഡ് പോകുന്ന ഈ ഭൂമി കൂടാണ്. ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കേരളത്തിനുള്ളിലാണ്, ഈ ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഇതിന് പ്രത്യേകത? പഞ്ചായത്ത് വേറെ, മുനിസിപ്പാലിറ്റി വേറെ. ജീവിക്കുന്ന ജനങ്ങൾ ഇവിടെയല്ലേ ജീവിക്കുന്നത്. ഞങ്ങളുടെ വോട്ടുകൊണ്ടല്ലേ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. MLA ഫണ്ട് SDA ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞു. ചോദിക്കുമ്പോൾ പറയും AS കിട്ടിയില്ല, TS കിട്ടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. AS TS ഒക്കെ ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടതാണ്. ഇത് പിന്നെ ആരെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്? ഈ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ 2 വെള്ളം അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവെക്കും. ഒരു മനുഷ്യനോട് കേരളത്തിൽ വോട്ട് പിടിക്കാനുള്ള ആൾക്കാർക്ക് മലയാളത്തെ അവസ്ഥയാവും. ഉള്ള ബൈക്ക് യാത്രക്കാർ, കാറ് എല്ലാം ഈ കുഴിക്കകത്ത് വീഴുവാണ്. ഞങ്ങൾ ലെറ്ററുകൾ ഒത്തിരി പ്രാവശ്യം കൊടുത്തു. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തതെന്നാണ് ഞങ്ങൾക്കറിയാൻ വയ്യാത്ത. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ പോയി ഹരിപ്പാട്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോകാനെന്നാണ്.
അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കിതൊന്ന് തീർപ്പ് കൽപ്പിച്ച് ഒന്നീ ഗവൺമെൻറ് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഇത് പഞ്ചായത്താക്കുക, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്കുക. റോഡിന്റെ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ റോഡിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഞങ്ങൾ ഒരൊറ്റൊരു വീട്ടുകാരാണ് അനുഭവിക്കുന്നത്. ഞങ്ങളുടെ മിറ്റവും പെരയും കണ്ടില്ലേ, ഞങ്ങൾ 4-5 അംഗങ്ങൾ താമസിക്കുന്നത്. എപ്പോഴാ ഉരുണ്ട് ഞങ്ങളുടെ മണ്ടയ്ക്ക് വീഴുന്നു. മെമ്പറിനെ വിളിച്ചാൽ വരത്തില്ല. ദുരിതം കൊണ്ട് ഞങ്ങളെല്ലാം ഇതിനകത്ത് കിടന്ന് അന്ധകാരപ്പെടുക. ഇപ്പോൾ ഞാനപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ഇത്ര ശോചനീയമായ റോഡ് നമ്മുടെ ഈ പ്രദേശത്ത് എങ്ങുമില്ല. അത്ര വളരെ ദയനീയ അവസ്ഥയിലാണ്. വണ്ടിയൊക്കെ കുണ്ടും ചാടി ഏത് സമയത്തും മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. പെൺപിള്ളേരൊക്കെ ഈ റോഡ് വഴി പോകുന്നതാണ്, എപ്പോഴും പോകുന്ന പെൺപിള്ളേർ സ്കൂട്ടറായിട്ട് പോകുന്നതാണ്. അവരൊക്കെ ഇതിനകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ പൊക്കെടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥയിലൊക്കാണ്. വളരെ ശോചനീയ അവസ്ഥയാണിത്. ഇതിൻ്റെ ഒരു പരിഹാരം കാണണം. മുനിസിപ്പാലിറ്റിയും പള്ളിപ്പാട് പഞ്ചായത്തിൻ്റെയും കൂടെ ഉള്ള റോഡായത്. ഇവരോട് പറയുമ്പോൾ അവർ പറയട്ടെന്ന്, അവിടെ പറയുമ്പം ഇവിടെ പഞ്ചായത്തിൻ്റെ ആണ്. ഞങ്ങൾ വെള്ളം ഇന്ന് മഴ കുറവായിട്ടാണ്, അല്ലെങ്കിൽ അവിടുന്ന് വെള്ളമാണ് കുരിശുമൂട് വരെ. മനുഷ്യൻ നീന്തി അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുന്നവനൊക്കെ വീഴും. ഞാനും എൻ്റെ മോളെ കടയിൽ കൊണ്ട് വിടാൻ പോയി, ഞങ്ങൾ രണ്ടും കൂടി ഈ വെള്ളത്തിൽ വീണതാണ്. ഒരു വശത്ത് പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്ത്, മറുവശത്ത് ഹരിപ്പാട് മുനിസിപ്പാലിറ്റി. അതുകൊണ്ടായിരിക്കാം അധികൃതർക്ക് ഇതിൽ താല്പര്യമില്ലാതെ പോയത്. എന്തായാലും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ഈ റോഡ് നന്നാക്കാത്ത പക്ഷം തെരഞ്ഞെടുപ്പിനെ തന്നെ ബഹിഷ്കരിക്കണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ക്യാമറാമാൻ ജയചന്ദ്രനോടൊപ്പം പി ദിനുമോൻ, i24 ന്യൂസ്.